എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ ആര്? ഉത്തരം ഇസ്രായേല്യർ. 10-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 2, ആരാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം? ഉത്തരം ക്രിസ്തു. 10-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 3, ആർക്കാണ് ദൈവത്തിന്റെ നീതി ലഭിക്കുന്നത്? ഉത്തരം വിശ്വസിക്കുന്ന ഏവനും. 10-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 4, അത് ചെയ്ത് മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നത് ആര്? ഉത്തരം മോശ. 10-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 5, എന്തു സംബന്ധിച്ചാണ് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നത്? ഉത്തരം ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച്. 10-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 6, എന്ത് ഏറ്റു പറയുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്? ഉത്തരം യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുമ്പോൾ. 10-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 7, ഹൃദയം കൊണ്ട് എന്ത് വിശ്വസിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്? ഉത്തരം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ. 10-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 8, എന്തിനായിട്ടാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്? ഉത്തരം നീതിക്കായി. 10-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 9, വായ് കൊണ്ട് ഏറ്റു പറയുന്നത് എന്തിന്? ഉത്തരം രക്ഷയ്ക്കായി. 10-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 10, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് എവിടെ? ഉത്തരം തിരുവെഴുത്തിൽ. 10-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 11, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ മനോഹരം എന്നെഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗം ഏത്? ഉത്തരം യെശയ്യാവ് 52-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 12, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാര്? ഉത്തരം യെശയ്യാവ്. 10-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 13, വിശ്വാസം വരുന്നത് എങ്ങനെ? ഉത്തരം കേൾവിയാൽ. 10-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 14, കേൾവി വരുന്നത് എങ്ങനെ? ഉത്തരം ക്രിസ്തുവിന്റെ വചനത്താൽ. 10-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 15, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തുമെന്ന് പറയുന്നതാര്? ഉത്തരം മോശ. 10-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 16, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നതാര്? ഉത്തരം യെശയ്യാവ്. 10-ാം അധ്യായം 20-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.